ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല. ഹൈക്കോടതിയിൽ തിരിച്ചടി നേരിട്ട രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കണോ എന്ന് പോലീസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തുകളി നടക്കുന്നുണ്ടെന്ന് വിമർശനം. ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ 3 വിഐപികൾ സന്ദർശിച്ചെന്ന് റിപ്പോർട്ട്. ബോബി ഇനി സമൂഹ മാധ്യമങ്ങളിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തില്ലെന്ന് അഭിഭാഷകൻ ഉറപ്പു നൽകി. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ശേഷമായിരുന്നു ജാമ്യം അനുവദിക്കാമെന്ന നിലപാടിലേക്ക് കോടതി എത്തിയത്. ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തെങ്കിലും പോലീസ് കസ്റ്റഡി അപേക്ഷ പോലും നൽകിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഇനിയും എന്തിനാണ് റിമാൻഡിൽ പാർപ്പിക്കുന്നതെന്നും ചോദിച്ചു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി പരിഗണിച്ചത്. പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. പ്രതി നടിയെ നിരന്തരം പിന്തുടർന്ന് അധിക്ഷേപിച്ചെന്നും അശ്ലീല പരാമർശങ്ങൾ നടത്തിയെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ജാമ്യാപേക്ഷ പരിഗണിച്ചയുടൻ പ്രതിഭാഗം അഭിഭാഷകൻ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വാസ്തവ വിരുദ്ധമാണ്. കയ്യിൽ പിടിച്ചു എന്നതും ലൈംഗികാധിക്ഷേപം നടത്തിയെന്നതും ശരിയല്ല. ഇതിനകം 6 ദിവസം ജയിലിൽ കഴിഞ്ഞു. പരമാവധി 3 വർഷം വരെ തടവ് കിട്ടുന്ന വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് 1 ദിവസത്തെ റിമാൻഡ് പോലും ആവശ്യമില്ലെന്നും ബോബിയുടെ അഭിഭാഷകൻ വാദിച്ചു. അതേസമയം ഈ കാര്യങ്ങളെല്ലാം കേസിന്റെ വിചാരണയിൽ ഉന്നയിച്ചാൽ മതിയെന്നായിരുന്നു കോടതിയുടെ പ്രതികരണം. ബോബി ചെമ്മണ്ണൂരിനെ ജാമ്യം നൽകരുതെന്നും സമൂഹത്തിന് ശക്തമായ സന്ദേശം നൽകുന്നതായിരിക്കണം വിധിയെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ബോബി ഇക്കാലം അത്രയും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ കാര്യങ്ങളും അഭിമുഖങ്ങളിലെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറിയുടെ ഉദ്ഘാടന ചടങ്ങിലെ ചില ദൃശ്യങ്ങളും പ്രോസിക്യൂഷനും പ്രതിഭാഗവും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നായിരുന്നു ദൃശ്യങ്ങൾ കണ്ട ശേഷം കോടതിയുടെ ചോദ്യം. ഏതൊരു മലയാളിക്കും മനസ്സിലാകുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളാണല്ലോ ബോബി ചെമ്മണ്ണൂർ നടത്തിയിരിക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. ബോബി കയ്യിൽ പിടിച്ചു കറക്കിയപ്പോൾ ഹണി റോസ് എതിർപ്പ് പറഞ്ഞില്ല തുടങ്ങിയ പ്രതിഭാഗത്തിന്റെ വാദത്തിനോട് അതവരുടെ മാന്യത കൊണ്ടാണെന്നായിരുന്നു കോടതിയുടെ പ്രതികരണം. അതേസമയം റിമാൻഡ് തുടരണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചപ്പോൾ കോടതി അനുകൂലമായി പ്രതികരിച്ചില്ല. പോലീസ് കസ്റ്റഡി പോലും ചോദിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് എന്തിനാണ് റിമാൻഡിൽ പാർപ്പിക്കുന്നതെന്നാണ് കോടതിയുടെ മറുചോദ്യം. സമൂഹത്തിന് ഇതിനകം തന്നെ സന്ദേശം ലഭിച്ചു കഴിഞ്ഞുവെന്നും ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ പ്രത്യാഘാതം എന്തെന്ന് മനസ്സിലാക്കണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ബോബി ചെമ്മണ്ണൂർ ഇത്തരം പദപ്രയോഗങ്ങൾ ആവർത്തിക്കില്ലെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുകയെന്ന് കോടതി പ്രതിഭാഗം അഭിഭാഷകനോട് ചോദിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം സംഭാഷണങ്ങൾ ഒഴിവാക്കുന്ന കാര്യത്തിൽ താൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് അഭിഭാഷകൻ പറഞ്ഞു. തുടർന്നായിരുന്നു ജാമ്യം അനുവദിക്കാമെന്ന നിലപാടിലേക്ക് കോടതി എത്തിയത്. അതേസമയം ജയിലിൽ ബോബി ചെമ്മണ്ണൂരിനെ VIP പരിഗണന ലഭിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ബോബി ചെമ്മണ്ണൂരിനെ 3 വിഐപികൾ ജയിലിൽ സന്ദർശിച്ചുവെന്നാണ് വിവരം. ഇവരുടെ പേരുകൾ സന്ദർശക രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് തിരുവനന്തപുരത്തെ ജയിൽ ആസ്ഥാനത്ത് ലഭിച്ചുവെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ജയിൽ വകുപ്പ് അന്വേഷണം നടത്തിയേക്കും. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം. ജയിൽ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് ജയിൽ ആസ്ഥാനത്ത് ലഭിച്ച റിപ്പോർട്ട്. ബോബിക്ക് VIP പരിഗണന ലഭിച്ചതിന് പിന്നിൽ ഉന്നത ജയിൽ ഉദ്യോഗസ്ഥന്റെ ഇടപെടലുണ്ടെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം. അതേസമയം ഹണി റോസിനെ അധിക്ഷേപിച്ചുവെന്ന പരാതിയിൽ മുൻകൂർ ജാമ്യം തേടിയ രാഹുൽ ഈശ്വറിന് ഹൈക്കോടതിയിൽ തിരിച്ചടി നേരിട്ടു. മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 27ലേക്ക് മാറ്റിയ ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. എന്നാൽ ഹണി റോസിന്റെ പരാതിയിൽ പോലീസ് ഇതുവരെ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിട്ടില്ല. എറണാകുളം സെൻട്രൽ പോലീസിലാണ് ഹണി റോസ് രാഹുലിനെതിരെ പരാതി നൽകിയത്. തൃശൂർ സ്വദേശി സലീം നൽകിയ പരാതിയും പോലീസിന് മുന്നിലുണ്ട്. പരാതി വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാതെ ജാമ്യം ലഭിക്കാൻ അവസരമൊരുക്കിയതുപോലെ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാതിരിക്കുന്നതിലും പോലീസിനെതിരെ വിമർശനം ഉയരുന്നുണ്ട്.